നേരത്തെ ചൂണ്ടിക്കാണിച്ചതിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഇന്നലെയും അതിനു മുൻപൊക്കെ അറിയാവുന്നതുപോലെയുള്ള നമ്പറുകളിൽ ഒരു കാര്യമായ മാറ്റവും വന്നിട്ടില്ല. ചില ആളുകൾ മാറാൻ സാധ്യതയുണ്ട്, മാറിയേക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളല്ലാതെ ഏതെങ്കിലും MLA മാർ ഏതെങ്കിലും ഒരു പാളയത്തിൽ നിന്ന് മറ്റങ്ങോട്ടെങ്കിലും പോയി എന്നതിൻ്റെ ആധികാരിക വിവരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ BJPക്ക് എത്രത്തോളം സുരക്ഷിതമായി അവരുടെ ഇപ്പോഴത്തെ സർക്കാരിനെ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത BS യെദ്യൂരപ്പയെ നിലനിർത്താൻ കഴിയുമെന്ന കാര്യം ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗവർണർക്ക് നൽകിയിരിക്കുന്ന കത്തിൽ ഭൂരിപക്ഷം തെളിയിക്കുന്ന ആളുകളുടെ പേര് വിശദാംശങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് മാത്രമായിരിക്കും കോടതി തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നതാണ്. അതിലാരുടെയൊക്കെ 105-ന് അപ്പുറത്തേക്കുള്ള പേരുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പ്രാഥമികമായ വിവരങ്ങൾ ഒരിക്കൽ കൂടി നോക്കിയിട്ടാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയുക എന്ന് തോന്നുന്നു. ആദ്യം നോക്കാം കർണാടക നിയമസഭയിലെ സീറ്റ് ഷെയർ, ഇപ്പോഴത്തെ സീറ്റ് ഷെയർ എങ്ങനെയാണ് എന്നത് പരിശോധിക്കാം. ഈ കാണുന്നത് പോലെ BJPക്ക് 104 സീറ്റാണ് ഏറ്റവും അവസാനമായി നമുക്ക് പറയുമ്പോൾ ഇപ്പോഴും പറയാനുള്ളത്. അതിൽ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. കോൺഗ്രസ് 78, JDS 38, അതേഴ്സ് 2. ആ അതേഴ്സ് എന്ന് പറയുന്നത് രണ്ടുപേരും സ്വതന്ത്രരായ വിജയിച്ച MLA മാരാണ്. അതിലൊരാൾ BJPയെ പിന്തുണയ്ക്കുന്നുവെന്നും മറ്റൊരാൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുവെന്നുമാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. അതിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം, പക്ഷേ നിലവിൽ നമുക്ക് വിവരമായി നൽകാനുള്ളത് അതാണ്. ഈ കണക്കിനകത്താണ് മാറ്റമുണ്ടാവേണ്ടത്. കാരണം 104 MLA മാരുമായി ഭരിക്കാൻ BJPക്ക് കഴിയില്ല. 112ലേക്ക് അവർക്ക് എത്തേണ്ടതുണ്ട്. അങ്ങനെ എത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ 78-ഉം JDSൻ്റെ 38-ഉം ചേർന്ന് ഒരു സഖ്യമായി മാറുകയും അവർ അവിടെ ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ഉണ്ടാക്കി അത് ആധികാരികമായി അവകാശപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ BJPക്ക് മുൻപിൽ 2 സാധ്യതകളുണ്ട് എന്നതാണ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഒന്ന്, 104 സീറ്റ് മാത്രമുള്ള BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി മാത്രമല്ല, അവർ കേവല ഭൂരിപക്ഷം നേടിയ പാർട്ടിയായി കൂടി മാറാൻ കഴിയും. പക്ഷേ ആകെയുള്ള നിയമസഭയിലെ എണ്ണം കുറയ്ക്കേണ്ടതുണ്ട്. ആകെ നിയമസഭയിലെ എണ്ണം കുറച്ചാൽ, അതായത് 13 MLA മാരെ അപ്പുറത്തെ ചേരിയിൽ നിന്ന് അയോഗ്യരാക്കുകയോ സ്വന്തം മണ്ഡലത്തിലെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുകയോ ചെയ്യണം. അപ്പോൾ 207 എന്നതിലേക്ക് ആകെ നിയമസഭയുടെ സ്ട്രെങ്ത് കുറയും. അങ്ങനെ കുറഞ്ഞാൽ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായ BJP കേവല ഭൂരിപക്ഷമുള്ള പാർട്ടിയായി മാറും. അങ്ങനെ വന്നാൽ BJPക്ക് മറ്റിടപാടുകളില്ലാതെ ഭരിക്കാൻ കഴിയും. അതാണ് അവരുടെ മുൻപിലെ ഒരു സാധ്യത. പക്ഷേ അത് അങ്ങേയറ്റം പ്രയാസകരമായ ഒരു ദൗത്യമാണ് എന്ന് പറയാതെ വയ്യ. കാരണം ഇത്രയധികം ആളുകളെ അവരുടെ കരിയറിൽ നിന്ന് ഔട്ടാക്കി കളയണം, അല്ലെങ്കിൽ അവർ രാജിവെക്കുകയോ കൂറുമാറി അയോഗ്യരാകുകയോ അങ്ങനെ പറ്റില്ല. അവർ രാജിവെക്കുകയോ അവരെ മാറ്റി നിർത്തുകയോ വേണം. അപ്പോൾ അതിലേക്ക് MLA മാരെ കൊണ്ടുവരിക, അവരെ അതിനുവേണ്ടി സന്നദ്ധരാക്കുക എന്നത് അങ്ങേയറ്റം ദുഷ്കരമായ ഒരു പ്രവൃത്തിയായിരിക്കും. പിന്നെ മറ്റൊന്നുള്ളത്, കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ JDSൽ നിന്നോ MLA മാരെ അടർത്തിയെടുത്ത് സ്വന്തം ഭാഗമാക്കി മാറ്റുക എന്നതാണ്. പക്ഷേ കോൺഗ്രസിൽ നിന്നും JDSൽ നിന്നും അടർത്തിയെടുക്കുമ്പോൾ തങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളെ മാത്രം അടർത്തിയെടുത്ത് 112 എന്ന നമ്പറിലേക്ക് എത്താൻ കൂറുമാറ്റ നിരോധന നിയമം BJPക്ക് ഒരു പ്രധാനപ്പെട്ട തടസ്സമാണ്. അപ്പോൾ അത് കൊണ്ട് 3-2 ആ പാർട്ടിയിലെ 3-2 ആളുകളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയണം. കോൺഗ്രസിന് ഇപ്പോഴുള്ളത് 78 അംഗങ്ങളാണ്. 78 അംഗങ്ങളിൽ നിന്ന് 3-2 എന്ന് പറയുമ്പോൾ 52 MLA മാരെ അവിടെ നിന്ന് അടർത്തിയെടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാലേ കൂറുമാറ്റ നിരോധന നിയമത്തെ മറികടക്കാൻ കഴിയൂ. അങ്ങനെയാകുമ്പോൾ BJPയുടെ സീറ്റ് ഷെയർ എന്ന് പറയുന്നത് 106, 107 എന്നതിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഇതിൽ JDSൻ്റെ കണക്കാണിനി. JDSൻ്റെ കണക്കെടുത്താൽ JDSന് ആകെ ഉള്ളത് 38 പേരാണ്. 38-ൽ നിന്ന് 3-2 ആളുകളെ കൊണ്ടുവരുന്നത് പറയുമ്പോൾ 27-29 ആളുകളെ കൊണ്ടുവരണം. അത്രയും ആളുകളെ കൊണ്ടുവന്നാലേ അവിടെയും കൂറുമാറ്റ നിരോധനത്തെ മറികടന്ന തീരുമാനമെടുക്കാൻ കഴിയും. ഈ 2 സുപ്രധാനമായ സാധ്യതയാണ് MLA മാരുടെ പിന്തുണയോടെ ഒരു സുസ്ഥിര സർക്കാർ ഉണ്ടാക്കുക എന്നതിന് BJPയുടെ മുൻപിലുള്ളത്. ഒരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്, ഇത് രണ്ടും അങ്ങേയറ്റം പ്രയാസകരമായ ദൗത്യമായാണ് അവരുടെ മുൻപിലുള്ളത്. ഇപ്പം നാളെ സംഭവിക്കാൻ പോകുന്നത്, സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ പിന്തുണയ്ക്കുന്ന MLA മാരുടെ വിശദാംശങ്ങൾ കാണിച്ച് ഗവർണർക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന കത്ത് കോടതിയിൽ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ കത്ത് കോടതിയിൽ നാളെ ഹാജരാക്കുമ്പോൾ അതിൽ 104 BJP MLA മാരുണ്ട്. ബാക്കി 112ലേക്ക് എത്തിച്ച ആ കൗണ്ട് അവിടെ വരെ എത്തിച്ച നമ്പർ ആരുടെയൊക്കെയാണെന്ന് കോടതി പരിശോധിക്കും. അതിൽ ഉള്ള ആളുകളുടെ വിശദാംശങ്ങൾ ആ കത്തിലുണ്ടാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇപ്പുറത്തെ ചേരിയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഈ ചേരി വിട്ടുപോകുന്നതായി ഇതിനകം സൂചിപ്പിച്ചിട്ടില്ല. എല്ലാവരും അവരുടെ ക്യാമ്പുകളിലുണ്ട് എന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസിനും JDSനും ഉള്ളത്. അതുകൊണ്ട് BJP ഈ രാത്രിയിൽ അല്പം പരുങ്ങലിലാണോ എന്ന് വിചാരിക്കുന്നതിൽ
തെറ്റില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമസ്കാരം, വീണ്ടും സ്വാഗതം ന്യൂസ് തിയേറ്ററിലേക്ക്. കർണാടക രാഷ്ട്രീയം അങ്ങേയറ്റം അനിശ്ചിതമായി നിൽക്കുമ്പോൾ ഭരണഘടനയെ പരാജയപ്പെടുത്തുന്ന, ജനാധിപത്യത്തെ പരിഹസിക്കുന്ന സമീപനം BJP സർക്കാരും അവരോട് താല്പര്യമുള്ള സംവിധാനങ്ങളും സ്വീകരിക്കുന്നുവെന്ന വലിയ വിമർശനത്തിനാണ് ഇന്ന് രാജ്യം സാക്ഷിയായത്. പക്ഷേ കോൺഗ്രസ് JDSന് പുറമേ നിന്നുള്ള വിവിധ കക്ഷികളും നേതാക്കളും ഒക്കെ തന്നെ ഈ കാര്യത്തിൽ BJP സർക്കാർ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഗവർണർ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകളെ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് എല്ലാ പ്രധാന നേതാക്കളും ഈ കാര്യത്തിലുള്ള അവരുടെ വിമർശനം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. നമുക്കത് വേഗത്തിൽ പരിശോധിച്ച് പോകാം. ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്തൊക്കെ ശ്രദ്ധേയമായ പരാമർശങ്ങൾ ഈ കാര്യത്തിൽ നടത്തിയത്. ആദ്യം രാഹുൽ ഗാന്ധിയിലേക്ക് പോയാൽ രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ പറഞ്ഞത് BJPയുടേത് അവസരവാദ രാഷ്ട്രീയമാണ്. BJP രാജ്യത്തിൻ്റെ ഭരണഘടനയെ പരിഹസിക്കുന്നുവെന്ന്, ജനാധിപത്യത്തിൻ്റെ തോൽവിയിൽ ഈ രാജ്യം വിലപിക്കുന്നു എന്നാണ് രാഹുൽ ഇന്ന് രാവിലെ ട്വീറ്റ് ചെയ്തത്. അത്തരം കടുത്ത പരാമർശം അദ്ദേഹം ഈ കാര്യത്തിൽ നടത്തി. മറ്റൊന്ന് സിദ്ധരാമയ്യ നടത്തിയിട്ടുള്ള പരാമർശമാണ്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്, അതിന്മേൽ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഈ നീക്കം ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കുമെന്നാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ സിദ്ധരാമയ്യ ഇന്ന് വ്യക്തമാക്കിയ നിലപാട്. അമിത്ഷാ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നിലപാടിന് മറുപടിയുമായി വന്നു. കോൺഗ്രസ്സാണ് അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നത്, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നത് കോൺഗ്രസ് ആണ്, അതിൻ്റെ ചരിത്രം അവർക്കാണ് എന്നാണ് ഇന്ന് അമിത്ഷാ രാഹുലിൻ്റെ ആക്ഷേപത്തിനുള്ള മറുപടിയായി പറഞ്ഞത്. കുമാരസ്വാമി പറഞ്ഞത് ഭരണഘടനാ സ്ഥാപനങ്ങളെ BJP ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ്. കോൺഗ്രസ് JDS MLAമാരെ എൻഫോഴ്സ്മെന്റ് ഭീഷണിപ്പെടുത്തുന്നു. ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ എല്ലാവരും അണിചേരേണ്ടുന്ന സാഹചര്യമായി എന്നാണ് കുമാരസ്വാമി ഈ വിഷയത്തിൽ ഇന്ന് നടത്തിയ പ്രതികരണം. AK ആന്റണി പറഞ്ഞത് കർണാടകയിൽ നടക്കുന്നത് ജനാധിപത്യത്തിൻ്റെ കശാപ്പാണ് എന്നാണ്. ഗവർണറുടെ അധികാര ദുർവിനിയോഗത്തെ നിയമപരമായും രാഷ്ട്രീയമായും കോൺഗ്രസ് നേരിടും എന്നാണ് ഇന്ന് AK ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെ കർക്കശമായ സമീപനം ഓരോരുത്തരും സ്വീകരിക്കുന്നത് കണ്ടു. രാംജത്ത് മലാനി, മുതിർന്ന അഭിഭാഷകൻ കൂടിയായ അദ്ദേഹം പറഞ്ഞത് BJP നേതാക്കൾ ഗവർണറോട് എന്തു തന്നെ ആവശ്യപ്പെട്ടാലും ഇങ്ങനെ ഒരു ബുദ്ധിശൂന്യത അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഗവർണർ നടപടി അഴിമതിക്കുള്ള ക്ഷണമാണ്, നടപടി ഭരണഘടനയെ അപമാനിക്കുന്നതാണെന്നാണ് രാംജത്ത് മലാനി, നിയമവിദഗ്ധൻ കൂടിയായ അദ്ദേഹം ഇന്ന് ചൂണ്ടിക്കാണിച്ചത്. ആ നിലയിൽ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള നിശ്ചിതമായ വിമർശനം കേൾക്കേണ്ടി വന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസിൻ്റെ നേതാവ്, അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതിയുടെ തീരുമാനം അമ്പരപ്പിച്ചു. ഗോവയിൽ പ്രഖ്യാപിച്ച വിധി എന്തുകൊണ്ട് കർണാടകയ്ക്ക് ബാധകമാകുന്നില്ല എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. പൊതുവെ രാജ്യം എന്ത് ചിന്തിക്കുന്നു ഇതിനെക്കുറിച്ച്, എങ്ങനെയാണ് ആളുകളുടെ ഈ കാര്യത്തിലുള്ള പ്രതികരണങ്ങൾ? കുറേ അധികം ആളുകളുടെ പ്രതികരണം നമുക്കുണ്ട്. അർജുൻ എന്ന ഒരു JNUവിലെ വിദ്യാർത്ഥി, അദ്ദേഹം ഈ കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് നോക്കാം വേഗം. നമ്മുടെ ഭരണഘടനാപരമായ അസ്തിത്വത്തിന് നേരെ കടുത്ത വെല്ലുവിളിയാണ് നിലവിൽ ഉയർന്നിട്ടുള്ളത്. രാജ്യത്തിന്റെ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ ആകെ അട്ടിമറിക്കാൻ ഉതകുന്ന തരത്തിലുള്ള, ശേഷിയുള്ള തരത്തിലുള്ള നീക്കങ്ങളാണ് വാസ്തവത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കർണാടകയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഊറുമാറ്റത്തെ ഇല്ലാതാക്കുകയും അതോടൊപ്പം രാഷ്ട്രീയവും സംഘടനാപരവുമായ വ്യത്യസ്ത ഐക്യമുന്നണികളെ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നിലവിൽ ഇന്ത്യൻ പാർലമെന്ററി വ്യവസ്ഥയ്ക്കകത്ത് നിലനിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപായാലും തെരഞ്ഞെടുപ്പിന് ശേഷമായാലും ഉയർന്നു വരുന്ന ഇത്തരം ഐക്യമുന്നണികളെ മാനിക്കുവാനും അംഗീകരിക്കുവാനുമുള്ള ബാധ്യത ഭരണഘടനാ സ്ഥാപനങ്ങളായ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായി വരുന്ന ഇത്തരം മുന്നണികളെ അംഗീകരിക്കാനുള്ള ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്, പാലിക്കുന്നില്ല എന്ന വിമർശനമാണ് അദ്ദേഹത്തിനുള്ളത്. ഇപ്പോൾ അരുൺ എന്ന ഒരു നിയമ വിദ്യാർത്ഥി, അഭിഭാഷകൻ കൂടി, അദ്ദേഹം എന്താണ് പറയുന്നത് കേൾക്കാം. ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന നടപടിയാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവരുടെ പ്രതിനിധിയായിട്ടുള്ള ഗവർണർ, കേന്ദ്രത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഗവർണറെ ഒരു BJPക്കാരനാക്കി മാറ്റിക്കൊണ്ട് BJPയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവിടെ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ കക്ഷികളെ കാണിക്കുന്ന ഒരു സഖ്യത്തെ മന്ത്രിസഭാ രൂപീകരണത്തിന് ക്ഷണിക്കാതെ BJPയെ, കേവല ഭൂരിപക്ഷമില്ലാത്ത BJPയാണ് കർണാടകയിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് ക്ഷണിച്ച് ഇന്ന് അവിടെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അതിനെതിരെ സുപ്രീം കോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങൾ ഇടപെട്ട് ഭരണഘടനാ സംരക്ഷണത്തിന് മുന്നിട്ടിറങ്ങേണ്ടതാണ്. ഇല്ലെങ്കിൽ ജനാധിപത്യം ഈ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാവണം, ഭരണഘടനാ സംരക്ഷണം ഉണ്ടാകണമെന്ന അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ശരത് എന്ന യുവാവിന് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. കർണാടക ഗവർണർ വാലുഭായ് വാലയും കേന്ദ്രം ഭരിക്കുന്ന BJPയും ചേർന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് 2 ദിവസമായി കർണാടകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേവല ഭൂരിപക്ഷമില്ലായിരുന്നിട്ടും 104 സീറ്റ് മാത്രമുള്ള BJPയെ സർക്കാർ ഉണ്ടാക്കുവാൻ ക്ഷണിച്ചതിലൂടെ
ഗവർണർ തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. 2006 സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി പ്രസ്താവം തന്നെയുണ്ട്. മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെയോ MLA-മാരുടെയോ പിന്തുണയോടുകൂടി സ്ഥിരമായുള്ള ഒരു സർക്കാർ ഉണ്ടാക്കുവാൻ സാധിക്കും എന്ന് ഒരു കക്ഷി ഗവർണറെ ബോധ്യപ്പെടുത്തിയാൽ ആ അവകാശവാദത്തെ തള്ളിക്കളയാൻ പാടില്ല എന്ന് 2006 സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് വിധിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പോലും ലംഘിക്കപ്പെടുന്നുവെന്നാണ് ഗോവിന്ദ് എന്ന ഒരു യുവാവിന്റെ കൂടെ പ്രതികരണം ഈ കാര്യത്തിൽ കാണാം. അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. കർണാടകത്തിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യം എന്നും എപ്പോഴും തന്നെ ഗുരുതരമായ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേരളത്തിലെ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നതും അങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും അങ്ങനെ ജനാധിപത്യം എന്നും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് വന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് കർണാടകത്തിൽ തുടരുന്നത്. ഇതിന് കോൺഗ്രസിന് കുറെ ന്യായീകരണങ്ങൾ നിരത്തുന്നുണ്ട്, കോൺഗ്രസ് ന്യായീകരിക്കുന്നതുകൊണ്ട് ജനാധിപത്യത്തെ ധ്വംസിക്കുന്നു എന്ന് പറയുന്നുണ്ടെന്നും യാതൊരുവിധ അർഹതയും അവർക്ക് അങ്ങനെ പറയാനുള്ള യാതൊരുവിധ അർഹത. നിയമപരമായും ചരിത്രപരമായുമുള്ള പരിശോധനകളെല്ലാം നടത്തിയാൽ തന്നെയും ഈ കാര്യത്തിൽ കർണാടകയിൽ നടക്കുന്ന ഇപ്പോഴത്തെ സ്ഥിതിഗതികളെ അംഗീകരിക്കാൻ കഴിയില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്, ചരിത്രവിരുദ്ധമാണ്, കീഴ്വഴക്ക വിരുദ്ധമാണ് എന്ന അഭിപ്രായമാണ് പൊതുവെ ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏതായാലും അങ്ങേയറ്റം സജീവമായ ചർച്ച ഈ കാര്യത്തിൽ രാജ്യത്ത് നടന്നുകൊണ്ടുമിരിക്കുകയാണ്.